തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് സി വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന ഹർജി പിൻവലിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. ജോസഫ് വിജയിൽ നിന്ന് വിവാഹമോചനം വേണ്ട എന്ന് ഭാര്യ സംഗീത സ്വർണലിംഗം അറിയിച്ചിരിക്കുന്നു. ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സംഗീത വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരായി തീരുമാനം അറിയിക്കുകയായിരുന്നു. വിജയുടെ നിർണായക രാഷ്ട്രീയ പ്രവേശന സമയത്തും ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലുമൊക്കെ കത്തി നിന്ന വാർത്തയാണ് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജിയും നടപടികളുമൊക്കെ. പ്രതിപക്ഷത്തിന് ഇത് വലിയ ആയുധമായിരുന്നു. എന്നാൽ ഭരണത്തിലേറി 2 മാസം പിന്നിടുമ്പോഴാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനകൾ വരുന്നത്. വിജയുടെ രാഷ്ട്രീയ വിജയത്തെ തുടർന്ന് കുടുംബം ഇടപെട്ട് നടത്തിയ ശ്രമങ്ങളാണ് ഇപ്പോൾ വിജയിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെന്നൈ ചെങ്കൽപ്പെട്ട് കോടതിയിലാണ് സംഗീത ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. തനിക്ക് വിവാഹമോചനം ആവശ്യമില്ല എന്നത്. ഇത് അംഗീകരിച്ച കോടതി ഈ ഹർജി തീർപ്പാക്കുകയായിരുന്നു. വിജയ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. സംഗീത വീഡിയോ കോൺഫറൻസ് വഴിയാണ് കോടതിയിൽ ഹാജരായതും നിലപാട് അറിയിച്ചതും. വിജയ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് സംഗീത ചെങ്കൽപ്പെട്ട് കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. മറ്റൊരു സ്ത്രീയുമായി വിജയ്ക്ക് അടുപ്പമുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നു ഹർജി. 2021 മുതൽ ഒരു നടിയുമായി വിജയ്ക്ക് വിവാഹേതര ബന്ധമുണ്ടെന്നായിരുന്നു സംഗീത ഹർജിയിൽ പറഞ്ഞത്. വിലക്കിയിട്ടും ബന്ധം തുടർന്നു എന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. നടിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തെങ്കിലും ചെയ്തില്ല. ഇതോടെ ആ വാഗ്ദാനം പാലിക്കാത്തതോടെ താൻ മാനസികമായി തകർന്നു എന്നതായിരുന്നു സംഗീത ഈ ഹർജിയിൽ പറഞ്ഞത്. 5 വർഷത്തിലേറെയായി വേർപിരിഞ്ഞാണ് തങ്ങൾ ജീവിക്കുന്നത്. വിജയ് നടിക്കൊപ്പം വിദേശത്ത് പോകാറുണ്ട് എന്നും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് തനിക്കും മക്കൾക്കും അപമാനകരമാണ് എന്നും ഈ പരാതിയിൽ പറഞ്ഞിരുന്നു. 1999 വിജയ് സംഗീത വിവാഹം നടന്നത്. നടൻ വിജയുടെ ആരാധികയായിരുന്നു സംഗീത സ്വർണലിംഗം. 1999 ചെന്നൈയിൽ നടന്ന ഈ വിവാഹത്തിന് ഏകദേശം 1 വർഷം മുൻപ് തന്നെ ഇരുവരും ലണ്ടനിൽ വെച്ച് വിവാഹം ചെയ്തിരുന്നു എന്നതാണ് വിവരം. പിന്നീട് ചെന്നൈയിൽ വെച്ച് ആചാരപ്രകാരമുള്ള വിവാഹം സംഘടിപ്പിക്കുകയായിരുന്നു. ഇവർക്ക് 2 മക്കളാണുള്ളത്. ജെയ്സൺ മകനും ദിവ്യ സാഷ എന്ന മകളും. നടൻ ദളപതിയുടെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന ഹർജി സമർപ്പിച്ചത് മുതൽ അവരുടെ മകൻ ജെയ്സൺ സഞ്ജയ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിതാവിനെതിരെ കടുത്ത നടപടികളുമായി ജെയ്സൺ മുന്നോട്ടു പോയി. വിജയ് സംഗീത ദമ്പതികളുടെ മൂത്ത മകനാണ് ജെയ്സൺ. ഇവർക്ക് ഒരു മകൾ ദിവ്യ സാഷ, അത് 2ാമത്തെ മകളാണ്, ഇളയ മകളാണ്. സംഗീതയുടെ വിവാഹമോചന ഹർജി പുറത്തു വന്ന സമയത്ത് ജെയ്സൺ പിതാവ് വിജയെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജെയ്സൺ തന്റെ പൂർണ്ണമായ പേരിൽ നിന്ന് വിജയുടെ പേര് സൂചിപ്പിക്കുന്ന വി എന്ന ഇനിഷ്യൽ അത് മാറ്റി അമ്മയുടെ പേരിന്റെ ആദ്യ അക്ഷരം ചേർത്തു. അതും വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിരവധി വാർത്തകൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വിജയുടെ വ്യക്തിജീവിതവും വിവാഹമോചന വാർത്തകളും വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കപ്പെടുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഫെബ്രുവരിയിലാണ് വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി സമർപ്പിച്ചത്. DMK ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ വിജയ്ക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി വലിയ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് നടത്തിയത്. മറ്റ് രാഷ്ട്രീയ എതിരാളികളും ഇത് ഏറ്റെടുത്തിരുന്നു. വിജയുടെ ധാർമ്മികതയെയും കുടുംബ പശ്ചാത്തലത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് വോട്ടർമാർക്കിടയിൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ അവർ വലിയ ശ്രമങ്ങൾ തന്നെ നടത്തി. സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ തമിഴ്നാട് പോലുള്ള ഒരു വലിയ സംസ്ഥാനം ഭരിക്കാനാകുമെന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് രാഷ്ട്രീയ യോഗങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ DMK ഉയർത്തിക്കാട്ടിയത്. ഒപ്പം നടി തൃഷ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരുമായി ബന്ധപ്പെടുത്തി വന്ന ഗോസിപ്പുകളും വലിയ ചർച്ചയായി മാറി. എന്തായാലും ഇപ്പോൾ ഇത് പരിഹരിക്കപ്പെടുന്നു എന്നതിന്റെ സൂചനകളാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം പോലും വിജയുമായി ബന്ധപ്പെടുത്തി ഒരു നടിയുമായി ഒരു മോശം പരാമർശം ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഒരു അശ്ലീല പദപ്രയോഗമാണ് ഉണ്ടായത്. അത് വലിയ വിവാദമായി മാറുകയും പിന്നീട് വീട്ടിലെത്തി
ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടും തമിഴ്നാട് രാഷ്ട്രീയം ഇങ്ങനെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു എന്നതിന്റെ സൂചനകൾ വരുന്നത്. കോടതി 3 തവണ ഈ കേസ് പരിഗണിച്ചെങ്കിലും ഓരോ തവണയും മാറ്റിവെക്കുകയായിരുന്നു. ജൂലൈയിൽ കേസ് പരിഗണിച്ചപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാൻ അനുവദിക്കണം എന്നതാണ് വിജയിയും സംഗീതയും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ വിജയ് ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല. സംഗീത വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരായി. നിയമസഭ നടക്കുന്നതിനാൽ സഭയിൽ ഹാജരാകണമെന്നത് ചൂണ്ടിക്കാട്ടിയാണ് വിജയ് ഇളവ് ചോദിച്ചത്. വെള്ളിയാഴ്ചകളിൽ പതിവായി ധരിക്കുന്ന തമിഴ് ശൈലിയിലുള്ള മുണ്ടും ഷർട്ടും ധരിച്ചാണ് ഇന്ന് വിജയ് സഭയിലെത്തിയത്. എന്തായാലും ആ സാഹചര്യത്തിലാണ് വിജയ്ക്ക് ഇപ്പോൾ എന്തായാലും ആശ്വാസകരമാകുന്ന ഒരു വാർത്തയുണ്ടാകുന്നത്. വിവാഹമോചനം ആവശ്യമില്ല എന്ന് സംഗീത തന്നെ കോടതിയിൽ പറയുകയും ഈ ഹർജി അവിടെ നിന്ന് തീർപ്പാവുകയും ചെയ്യുന്നത്. കുടുംബത്തിന്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. വിജയുടെ കുടുംബം ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. സംഗീത നൽകിയ വിവാഹമോചന നോട്ടീസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചുവെന്നും സംഗീതയ്ക്കും മക്കൾക്കുമായി 240 കോടി രൂപ ജീവനാംശം നൽകാൻ വിജയ് ഒരുക്കമാണെന്നുമൊക്കെ നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും എന്താണ് പ്രശ്നപരിഹാരത്തിന് ഉണ്ടായിട്ടുള്ള ധാരണ എന്നത് സംബന്ധിച്ചൊന്നും വ്യക്തതയില്ല. ഈ ഹർജി പിൻവലിച്ചിരിക്കുന്നു. 5 വർഷമായി ഈ ഹർജി കൊടുക്കുന്നതിന് മുൻപ് തന്നെ 5 വർഷമായി പിരിഞ്ഞ് കഴിയുകയായിരുന്നു വിജയും സംഗീതയും. ഇനി ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണോ, ആ നിലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോർട്ട് ഏതെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്നത് വ്യക്തമല്ല. എന്തായാലും ഹർജി പിൻവലിക്കപ്പെട്ടത് വിജയെ സംബന്ധിച്ച് മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമില്ലാതായിരിക്കുന്നു എന്ന നിലയിൽ നമുക്ക് കാണാം. മറ്റു വിശദാംശങ്ങൾ പിന്നാലെ പുറത്തു വരുമായിരിക്കും. ഒരിടവേളയ്ക്ക് ശേഷം മറ്റ് വാർത്തകൾ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.